ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് IT Act 2000, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അല്ലെങ്കിൽ തന്നെ ലോ ഇഷ്ടമായതുണ്ട് പഠിക്കാനായിട്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളൊന്ന് ജസ്റ്റ് ഫോക്കസ് ചെയ്ത് പോവാം. ഓക്കെ, അടുത്ത ടോപ്പിക് കൺട്രോൾ ഓഫ് സർട്ടിഫൈങ് അതോറിറ്റീസ്, CCA എന്ന് പറയും. ഇവർ അപ്പോയിൻ്റ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ്റാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർട്ടിഫൈങ് അതോറിറ്റീസ് എന്ന് പറഞ്ഞ അതോറിറ്റീസ് ഉള്ളത് അവരെ അംഗീകരിക്കാനും പിന്നെ അവർക്ക് ഈ ലൈസൻസ് കൊടുക്കാനും പിന്നെ മൊത്തത്തിലൊരു ക്രമപ്പെടുത്താനും പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരാനും പിന്നെ ഓവറോൾ ഒരു മേൽനോട്ടം വഹിക്കാനുമാണ് ഈ സെൻട്രൽ ഗവൺമെൻറ് CCAനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പറയുകയാണ് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ തടഞ്ഞു വയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ CCA ആ സിസ്റ്റത്തെ ഒരു പ്രൊട്ടക്റ്റഡ് സിസ്റ്റമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് ജനറൽ പബ്ലിക്കിനാണെങ്കിൽ പോലും ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആണെങ്കിൽ പോലും അത് അസസ് ചെയ്യാനായിട്ട് അത് പ്രിവെൻറ്റ് ചെയ്ത് വയ്ക്കും. അതപ്പോൾ അത് അസസ് ചെയ്യാൻ പറ്റില്ല, അത് തടഞ്ഞു വയ്ക്കും. അതുപോലെ തന്നെ ഈ സർട്ടിഫൈങ് അതോറിറ്റീസിന് CCA ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ പല ഫങ്ഷൻസ് ഈ CCA പറയുമ്പോൾ അതൊക്കെ പെർഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്തത് ഒഫൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ. അപ്പോൾ ഈ ഇന്ത്യയിൽ ഏതെങ്കിലും നെറ്റ്വർക്കിലോ സിസ്റ്റത്തിലോ കമ്പ്യൂട്ടറിലോ നമ്മൾ ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ IT ആക്ട് പ്രകാരം ഈ പറഞ്ഞ അതോറിറ്റീസ് നമുക്കെതിരെ ആക്ഷൻ എടുക്കും. ഓക്കെ, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സോഴ്സിൽ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവില്ല, ആ ഡോക്യുമെൻറ്റ്സ് നമുക്ക് അനാവശ്യമായി നമ്മൾ ഇടപെട്ട് നമ്മളത് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കുറ്റമാണ്. രണ്ടാമത്തത് ഹാക്കിംഗ്. നമുക്കറിയാലോ, കമ്പ്യൂട്ടർ വിവരങ്ങൾ ചോർത്തിയെടുക്കുക, അതായത് ആ യൂസറിൻ്റെ പെർമിഷൻ ഇല്ലാതെ. അത് കമ്പ്യൂട്ടർ സിസ്റ്റത്തെ നമ്മൾ കയറി അതിന് കേട് വരുത്തിയിട്ട് അതിൻ്റെ ഡാറ്റാസ്, അതിൻ്റെ ഉള്ളിലുള്ള ഡാറ്റാസിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുക അല്ലെങ്കിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻ ചെയ്യുക, അതാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. തേർഡ് വൺ മിസ്റെപ്രസെൻറ്റേഷൻ. അതായത് നമ്മൾ ഈ സർട്ടിഫൈങ് അതോറിറ്റീസ് ഉണ്ടാവില്ല, ഈ പറഞ്ഞ അതോറിറ്റീസിന് എന്തെങ്കിലും തെറ്റായ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ കൊടുക്കുക, അതായത് തെറ്റായ അവതരണം കൊടുക്കുക ഏതെങ്കിലും ഒരു ഇൻഫോർമേഷനെ പറ്റി. ഓക്കെ, അടുത്ത ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി. ഓരോരോ പോളിസി ഉണ്ട്. ഇപ്പോൾ സെക്യൂരിറ്റി പോളിസി, പ്രൈവസി പോളിസീസൊക്കെ ഉണ്ട്. അതൊരു കരാറാണ്. ആ കരാറ് തെറ്റിച്ച് കഴിഞ്ഞാൽ അതൊരു ഒഫൻസാണ്. ലാസ്റ്റ് വൺ പബ്ലിഷിംഗ് ഫാൾസ് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്സ്. അതായത് തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രസിദ്ധീകരിക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ IT ആക്ട് പ്രകാരം അതൊരു കുറ്റകൃത്യമാണ്. ഓക്കെ, സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. അതായത് എന്തെങ്കിലും വിവാദം പരിഹരിക്കുക. ഓക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതെങ്ങനെയാണ് സെറ്റിൽ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിനൊക്കെ സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റേതായ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റീസിനൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് സൈബർ റെഗുലേഷൻ അപ്പലേറ്റ് ട്രിബ്യൂണലാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ ഇവരെ സമീപിക്കാം. ഓക്കെ, ഈ പറയുന്ന ട്രിബ്യൂണൽ, അപ്പലേറ്റ് ട്രിബ്യൂണൽ, ഈ അതോറിറ്റിയുടെ അടുത്ത് പോയി പറയാം. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ഈ അതോറിറ്റിയുടെ അടുത്ത് പോയി പറഞ്ഞു, അതോറിറ്റി ഒരു ഓർഡർ കൊടുത്തു, ആ ഓർഡർ കേട്ടിട്ട് ഇയാൾക്ക് തൃപ്തിയില്ലെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാം, അപ്പലേറ്റ് ട്രിബ്യൂണലിനെ സമീപിക്കാം. അപ്പോൾ അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ അടുത്ത് 45 ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കണം. ഓക്കെ, അപേക്ഷിച്ചു, എന്നിട്ടും അയാൾക്കൊരു തൃപ്തി ഇല്ലെങ്കിൽ അയാൾക്ക് ഹൈക്കോർട്ടിൽ പോയിട്ട് അപേക്ഷിക്കാം. അത് 60 ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇത്രേ ഉള്ളൂ. അതായത് നമ്മുടെയൊക്കെ പേഴ്സണൽ ഡാറ്റാസ് എവിടെ നമ്മൾ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഒരു പ്രത്യേക ഒരു പ്രൈവസി സ്പേസ് ഉണ്ടാവും, ഒരു ഡാറ്റാബേസ് ഉണ്ടാവും, അവിടെയാണ് നമ്മൾ കളക്ട് ചെയ്ത് സൂക്ഷിക്കുന്നത്. അപ്പോൾ ആ ഡാറ്റാബേസിൽ ഒരാൾ അതിക്രമിച്ച് കയറി അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കുറേ ഡാമേജസ് ഉണ്ടാകും അല്ലേ. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് പ്രൈവസി ലോസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സാണ് ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാറ്റ പ്രൊട്ടക്ഷൻ ലോസിൻ്റെ അകത്ത് ഒരു സെറ്റ് ഓഫ് ലോസാണ്. അതിൻ്റെ അകത്ത് പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലോസ് ഒരാളുടെ പ്രൈവസീനെ പ്രൊട്ടക്റ്റ് ചെയ്യും, അത് റെഗുലേറ്റ് ചെയ്യും. ഓക്കെ, ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ ഇൻ ഇന്ത്യയിലെ ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ IT ആക്ട് പ്രകാരം
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസാണ് സെക്ഷൻ 43A സെക്ഷൻ 72A. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ സെക്ഷൻ 43A അകത്ത് എന്തൊക്കെയാണ് പറയണേ നോക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി ഒരു ആളുടെ പേഴ്സണൽ ഡാറ്റ, അത് നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണൽ ഡാറ്റയോ ഇൻഫോർമേഷൻസോ കയ്യിലുണ്ടെന്ന് വെച്ചോ, ഒരു കമ്പനിയുടെ കയ്യിലുണ്ട്. പക്ഷേ ആ കമ്പനിയുടെ ശ്രദ്ധക്കുറവ് കാരണം ആ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു സെക്യൂരിറ്റി ഒക്കെ വേണമല്ലോ, ന്യായമായ സുരക്ഷിതത്വം നമ്മൾ കീപ്പ് ചെയ്യണം. പക്ഷേ അത് കീപ്പ് ചെയ്യാതെ അതിൻ്റെ ശ്രദ്ധക്കുറവ്, ആ കമ്പനിയുടെ ശ്രദ്ധക്കുറവ് കാരണം ആ ഇൻഫർമേഷൻ ലീക്കായി ഉണ്ട്. അതുവഴി ആർക്കെങ്കിലും ചിലപ്പോൾ നഷ്ടം വന്നേക്കാം, ചിലപ്പോൾ ലാഭം വന്നേക്കാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കമ്പനി ഈ ബാധിച്ച ആൾക്ക് നഷ്ടപരിഹാരം കൊടുത്തിരിക്കണം. ഓക്കെ, അതാണ് സെക്ഷൻ 43A അകത്ത് പറയുന്നത്. ഓക്കെ, ഞാൻ അടുത്ത സെക്ഷൻ 72A. അതിൻ്റെ അകത്ത് പറഞ്ഞത് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞ ഇൻഫോർമേഷൻസ് വെളിപ്പെടുത്തുകയും അത് സംബന്ധിച്ചായിട്ടുള്ള എന്തെങ്കിലും നിയമപ്രകാരമായിട്ടുള്ള കരാറ് തെറ്റിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് പണിഷ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ആരാണോ തെറ്റ് ചെയ്ത അയാൾക്ക് മാക്സിമം 3 വർഷം തടവ് ശിക്ഷയും 5 ലക്ഷം ഫൈനും ഉണ്ടാവും. ഓക്കെ, അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. 80 റൂൾസാണ്. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള 4 റൂൾസാണ്. റൂൾസ് 3, 4, 5, 8. ഇപ്പോൾ റൂൾ 3 എന്താണെന്ന് നോക്കാം. ഇപ്പോൾ റൂൾ 3ൻ്റെ അകത്ത് ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഏതൊക്കെ ഐറ്റംസാണ് സെൻസിറ്റീവ് പേഴ്സണൽ ഡാറ്റയായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്, അതിനെപ്പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പാസ്വേഡ്സ്, പിന്നെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, പിന്നെ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, പിന്നെ ബയോമെട്രിക് ഇൻഫോർമേഷൻ. ബയോമെട്രിക് ഇൻഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ DNA, ഫിംഗർ പ്രിൻറ്റ്, പിന്നെ വോയിസ് പാറ്റേൺസ് ഒക്കെ ഉണ്ടാവില്ല. നമ്മുടെ അത്തൻറ്റിക്കേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്ത ബയോമെട്രിക് ഡാറ്റാസ് ആയിരിക്കും ഇതൊക്കെ. അത് പിന്നെ ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരാളുടെ സെൻസിറ്റീവ് പേഴ്സണൽ ഡാറ്റാസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന എന്ത് ഇൻഫോർമേഷൻസും, നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന എന്ത് ഇൻഫോർമേഷൻസും അത് സെൻസിറ്റീവ് പേഴ്സണൽ ഡാറ്റയായിട്ട് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, ഇനി അടുത്ത റൂൾ 4. അപ്പോൾ ഈ പറഞ്ഞ കമ്പനീസൊക്കെ ഈ റൂൾ 4 പറഞ്ഞിരിക്കണ റൂൾസ് അനുസരിക്കണം, ഡ്യൂട്ടി അനുസരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഡ്യൂട്ടി നോക്കാം. അപ്പോൾ ഏതൊക്കെ ബോഡി കോർപ്പറേറ്റ്സ്, ഏതൊക്കെ കമ്പനീസാണ് ഈ സെൻസിറ്റീവ് പേഴ്സണൽ ഡാറ്റ അന്വേഷിക്കുന്ന കമ്പനീസ് ഉണ്ടാവുമല്ലോ, അവർ ആദ്യമേ തന്നെ ഒരു കുറിപ്പുണ്ടാക്കണം. പ്രൈവസി പോളിസി ഒരു കുറിപ്പുണ്ടാക്കുക. എന്നിട്ട് ഈ സെൻസിറ്റീവ് പേഴ്സണൽ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്ക് അത് അയച്ചു കൊടുക്കണം. അത് അവർക്ക് അസസ് ചെയ്യാൻ പാകത്തിന് അവർക്കത് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഈ പ്രൈവസി പോളിസി നമ്മൾ ആ കമ്പനിയുടെ വെബ്സൈറ്റിലും ക്ലിയർ ആയിട്ട് പ്രസിദ്ധീകരിക്കണം. അതുപോലെ തന്നെ അതുപോലെ ഏതൊക്കെ ടൈപ്പിലുള്ള ഇൻഫോർമേഷൻസാണ് അത് കളക്ട് ചെയ്യണത്, പിന്നെ ഈ കളക്ഷൻ്റെ പിന്നിലുള്ള പർപ്പസ് എന്താണ്, അതുപോലെ തന്നെ ഈ കളക്ട് ചെയ്ത സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ്റെ ആ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കമ്പനി എന്തൊക്കെ സുരക്ഷിതത്വമാണ് എടുത്തേക്കണത് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതാണ് റൂൾ 4ൻ്റെ അകത്ത് പറയണത്. ഇത് റൂൾ 5 ആണ്. അപ്പോൾ ഇത് കമ്പനീസാണ് ഇത് ഫോളോ ചെയ്യേണ്ടത്. ചില ഗൈഡ് ലൈൻസ് ആണ്. അതായത് ഏതൊക്കെ കമ്പനിയാണ് ഈ പറയുന്ന ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യണത്, ആ പറയുന്ന കമ്പനീസ് ഈ പറയുന്ന ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം. ആദ്യമേ തന്നെ ഈ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്ന് സമ്മതം കിട്ടണം. ഓക്കെ, അതുപോലെ തന്നെ ആ ആളുടെ അടുത്ത് പറയണം, കമ്പനി തന്നെ പറയണം, ഈ നിയമപ്രകാരമാണ് ഞങ്ങളിത് കളക്ട് ചെയ്യണത്, ആ നിയമത്തിൽ പറയണ പോലെ തന്നെയാണ് ഞങ്ങൾ ഈ ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് യൂസ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഈ ഇൻഫോർമേഷൻസ് ഞങ്ങളുടെ കയ്യിൽ ഇത്ര സമയം വരെയാണ് ഞങ്ങൾ സൂക്ഷിക്കുള്ളൂ, അത് കഴിയുമ്പോൾ അത് കളയും. അങ്ങനെ ഒരു ഉറപ്പ് വരുത്തണം. ഓക്കെ, അതുപോലെ തന്നെ ഈ കമ്പനി എന്ത് ചെയ്യും, കമ്പനി ഈ പറയണ റൂൾസും റെഗുലേഷൻസ് ഈ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യണ ആളത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നും കൂടി നോക്കണം. ഓക്കെ, അതായത് ഈ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യണ ആളും ഈ കമ്പനീനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. അതായത് ഈ കമ്പനി എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കളക്ട് ചെയ്യുന്നത്, അതിൻ്റെ പർപ്പസ് എന്താണ്, ആ കമ്പനിയുടെ പേരും അഡ്രസ്സും ഒക്കെ എല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഇൻഫോർമേഷൻ തന്ന ആൾക്കൊരു അവസരം കൊടുക്കുക. എന്തെങ്കിലും അയാൾ പ്രൊവൈഡ് ചെയ്ത ഇൻഫോർമേഷൻസിൽ എന്തെങ്കിലും റീചെക്ക് ചെയ്യാനോ എന്തെങ്കിലും ഓൾട്ടറേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എഡിറ്റിംഗ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള അവസരം കൊടുക്കണം.
അതുപോലെ തന്നെ തന്ന ഇൻഫോർമേഷൻ നമ്മൾ ആവശ്യത്തിനുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കണം. പിന്നെ ഈ കമ്പനിയുടെ വെബ്സൈറ്റിൽ ഈ ഗ്രീവൻസ് ഓഫീസർ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഗ്രീവൻസ് ഓഫീസർ ഇല്ലെങ്കിൽ അയാളെ നിയമിക്കണം. ഉണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൽ അയാളുടെ പേരും കോൺടാക്ട് ഡീറ്റെയിൽസും വയ്ക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പരാതിപ്പെടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കമ്പനി ചെയ്തിട്ടുണ്ടായിരുന്നു റൂൾ 5 പ്രകാരം. ഓക്കെ, ഇത് റൂൾ 8 ആണ്. ഇതിൻ്റെ അകത്ത് ഈ കമ്പനീസ് ഉണ്ടല്ലോ, ഈ പറയുന്ന ആവശ്യത്തിനുള്ള സെക്യൂരിറ്റി നടപടികളും ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഈ ഡാറ്റ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം ഈ കമ്പനീസൊക്കെ. അതുപോലെ തന്നെ വർഷത്തിലൊരിക്കലും ഒരു ഓഡിറ്ററിനെ കൂട്ടി ഈ സെക്യൂരിറ്റി പ്രാക്ടീസസ് പ്രൊസീജിയേഴ്സൊക്കെ ഓഡിറ്റ് ചെയ്യണം നിർബന്ധമായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റവും അതിൻ്റെ പ്രോസസ്സും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്ഗ്രേഡ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് റൂൾ 8ൻ്റെ അകത്ത് പറയുന്നത്.